ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമുക്കിന്ന് വർക്കിന് വന്നിട്ടുള്ളത് ഇതൊരു മാരുതിയുടെ എ സ്റ്റാറാണ്. നമുക്കിത് വണ്ടി റീടെസ്റ്റിനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ബേക്കിലെ ബമ്പർ പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡിലെ ഡോറ് ഒരു ഡെൻറ്റിങ് ചെയ്തിരുന്നു. അപ്പം ഒന്ന് പാച്ചൊക്കെ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഫെൻഡർ പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു ബമ്പർ നമുക്ക് പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ട് ഹെഡ് ലാമ്പ് നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലെ ഫെൻഡർ പെയിൻറ്റിങ് ഉണ്ട്, അതൊന്ന് ഡെൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് റണ്ണിങ് ബോർഡ് പ്രശ്നമുണ്ട്. റണ്ണിങ് ബോർഡ് രണ്ട് സൈഡും എന്താക്കാനുണ്ട്, ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ നമുക്ക് ബേക്കിൽ ഇതാ ഈ ഒരു ഭാഗം ഇവിടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്യും. അതല്ലെങ്കിൽ മൊത്തത്തിലൊരു കോട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് അങ്ങനെ എടുക്കാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വർക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് നോക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ മൊത്തത്തിലൊരു കോട്ട് പെയിൻറ്റ് നമ്മൾ ചെയ്തെടുക്കും. അതല്ലെങ്കിൽ മൊത്തത്തിലൊരു കോട്ട് ഇവിടെ മാത്രം നമ്മൾ ഈ പെയിൻറ്റ് ചെയ്തിട്ട് മൊത്തത്തിലൊരു കോട്ട് ക്ലിയർ അടിച്ച് പോളിഷ് ചെയ്തെടുക്കും. അപ്പോൾ എങ്ങനെയാണ് കസ്റ്റമറുടെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ എക്സ്പെൻസും സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്താക്കുക ബാക്കിയുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്യൂൽ ഹെഡ് വെച്ചിട്ട് കളർ മിക്സ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് നമുക്കൊന്ന് ആദ്യം തന്നെ അപ്രോക്സി പ്രൈമർ ഈ ഡെൻറ്റ് ചെയ്ത സ്ഥലത്തുനിന്ന് ഒന്ന് അടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ മുകളിൽ പുട്ടിയിട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് പുട്ടി എന്ന് പറയുന്ന ഫുൾ ടൈം തണുപ്പ് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു സൈഡ് പെട്ടെന്ന് തന്നെ നമുക്ക് തുരുമ്പ് കയറാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ആദ്യം തന്നെ നമുക്കതിൽ ഈ ഡെൻറ്റ് ചെയ്തെടുത്ത ഭാഗം നമ്മൾ അപ്രോക്സി പ്രൈമർ ഒന്ന് ടച്ച് ചെയ്ത് എന്നിട്ട് അതിൻ്റെ മേലെ കൂടിയാണ് നമ്മൾ പുട്ടി ഫില്ല് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി എടുക്കുക. അപ്പോൾ നമുക്ക് ഇത് ഒക്കെ നമ്മളൊന്ന് വാഷ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം അപ്രോക്സി പ്രൈമർ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ വർക്ക് എങ്ങനെയാണെന്നുള്ളത് ഓരോ സ്റ്റെപ്പും നമ്മൾ ഈ ചാനലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ചാനലൊന്ന് കണ്ടിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ ഡെൻറ്റ് ചെയ്ത സ്ഥലത്തൊക്കെ ഒന്ന് പേപ്പർ ചെയ്തിട്ട് അപ്രോക്സി പ്രൈമർ ബ്ലാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരു ബ്ലാക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം.
നമ്മുടെ എ സ്റ്റാറിൻ്റെ ബമ്പേഴ്സാണത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി മാസ്കൊക്കെ ചെയ്ത് അതിൽ 2K പ്രൈമർ ഓൾറെഡി അടിച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റിയർ ബമ്പറാണ്. അത് നമ്മുടെ ഫ്രണ്ട് ബമ്പറാണെങ്കിലും നമ്മൾ ആ പൊട്ടി വർക്കൊക്കെ തീർത്തിട്ട് ഇത് ഫ്രണ്ട് ബമ്പറും അതുപോലെ തന്നെ നമ്മൾ പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നേരെ റെഡും ക്ലിയറും അടിക്കാവുന്നതാണ്. അപ്പോൾ അത് അടിക്കുന്നത് ഞാൻ ഈ വീഡിയോ കൂടെ തന്നെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. എസ് ആറിൻ്റെ 2 ബമ്പർ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ബമ്പർ റിമൂവ് ചെയ്തപ്പോൾ ഉള്ളിലത്തെ അവസ്ഥ കണ്ടോ, ഇതെങ്ങനെയാണ്, ഫുള്ള് ചെളിയാണ്. പിന്നെ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയൊക്കെ വാഷ് ചെയ്തൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലും ഈ ഒരു കാണുന്ന ഈ പോർഷൻ്റെ ഉള്ളിലും നമ്മൾ അണ്ടർ ബോഡി കോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടി തുരുമ്പ് കയറുന്നൊരു ഇഷ്യൂ വരില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ബമ്പറിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴും സെയിം ഇഷ്യൂ ആണ്. ഇതിനുള്ളിലൊക്കെ ചെളി. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ അണ്ടർ ബോഡി കോട്ട് ചെയ്തിട്ടാണ് ഇത് തിരിച്ച് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മളെ ഈ മാരുതിയുടെ വണ്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫ്രണ്ട് വീലാർച്ചിൻ്റെ ഉൾഭാഗത്തേക്ക് വരുമ്പം ഇത് നമുക്ക് അതിൻ്റെ ഒരു ഉള്ളിലേക്ക് ചെളിയൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പീസാണിത്. നമുക്കിത് ഓൾറെഡി ഫെൻഡർ ക്ലിയർ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മളിത് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അയച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചെളി നോക്കി കഴിഞ്ഞാൽ കാണാം. നമ്മൾ എങ്ങനെയൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനുള്ളിലത്തെ ചെളി നമുക്ക് പോവില്ല. നമ്മൾ അതവിടെ നിന്ന് അയച്ചിട്ട സമയത്ത് നമുക്ക് കണ്ട ഒരു ചെളിയാണിത്. കണ്ടോ, ഇത്രമാതിരി ചെളി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മളുടെ ഈ മാരുതിയുടെ വണ്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, മാരുതിയുടെ വണ്ടിയിലാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് ഈ ഇഷ്യൂ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ മാരുതിയുടെ വണ്ടി യൂസ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇടയ്ക്ക് സർവീസ് ചെയ്യുന്ന സമയത്ത് ആ മാറ്റൊക്കെ ഊരിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ചെളിയൊന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് നന്നായിരിക്കും. നമ്മുടെ മാരുതിയുടെ വണ്ടികൾ കൂടുതലായിട്ട് തുരുമ്പ് കയറാനുള്ള ഏറ്റവും വലിയൊരു കാരണം ഇത് തന്നെയാണ്. ഇതുപോലെ ഉള്ളിൽ ചെളി നിന്നിട്ടാണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അടുത്ത പെയിൻറ്റിങ് പ്രൊസീജിയറിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ നമുക്ക് എ സ്റ്റാർ പുട്ടി വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഫസ്റ്റ് കോട്ട് പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ബോണറ്റിലും ചെറിയ ഡോട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മളൊന്ന് ക്ലിയർ ചെയ്തിട്ട് എന്താക്കിയിട്ടുണ്ട്. അതും ഈ ഒരു ഫെൻഡർ ഫുള്ളായിട്ട് ഈ ഒരു ഡോറിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് ബേക്കിൽ ക്വാർട്ടർ പാനൽ ഇത്രയും ഭാഗം നമുക്ക് വാക്കുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് ക്ലിയർ ചെയ്ത് പ്രൈമർ ഫസ്റ്റ് കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തുടങ്ങിയിട്ട് വാഷ് ചെയ്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകും. ഗൈസ്, നമ്മുടെ എ സ്റ്റാറിൻ്റെ പെയിൻറ്റിങ് പ്രോസസ്സിംഗ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ 2 ഡോറും അതുപോലെ തന്നെ 2 ഫെൻഡറും ഫ്രണ്ടിലെ ആ ബോണറ്റും അതുപോലെ തന്നെ 2 ബമ്പേഴ്സുമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിനകത്ത് ഇത് റെഡ് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് അടിച്ചെടുത്ത റെഡിൻ്റെ കളറും വണ്ടിയിലുള്ള പഴയ റെഡും നമുക്ക് നല്ല കളർ ഡിഫറൻ്റ് ഉണ്ട്. എന്താ വെച്ചാൽ പുതിയ അടിച്ചെടുത്ത കളർ നല്ല ബ്രൈറ്റനായിട്ട് നമുക്ക് കാണാൻ പറ്റും. പഴയത് നമുക്ക് ചെറിയൊരു ഫെയ്ഡായ രീതിയിലാണ് കാണുക. അപ്പോൾ നമുക്ക് ഈ പഴയൊരു ഭാഗം കൂടി ഒന്ന് ക്ലിയർ കോട്ട് ചെയ്തെടുക്കണം, എന്നെങ്കിലേ നമുക്ക് ഈ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ രണ്ട് കളറായിട്ട് അടിച്ച ഭാഗവും അല്ലാത്ത ഭാഗവും നമുക്ക് എടുത്തറിയും. അപ്പം ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി സൈഡും കൂടി ക്ലിയർ അടിച്ച് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി കിട്ടി. നമുക്ക് ഇവിടെ തന്നെ നോക്കുമ്പോൾ തന്നെ കാണാം. ഇതിനകത്ത് നമ്മളുടെ ഈ കയ്യിൻ്റെ റിഫ്ലക്ഷൻ നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇതിനകത്ത് നമുക്കത് അറിയുന്ന പോലുമില്ല. അതാണ് അതിൻ്റെ മാറ്റം. അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്തിട്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് കാണാം. നമ്മുടെ എ സ്റ്റാർ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളതിൽ പെയിൻറ്റ് ചെയ്യാത്ത ഭാഗം തന്നെ നമ്മൾ ക്ലിയർ കോട്ട് അടിച്ചിട്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ ബേക്കിൽ ബമ്പർ കയറി നിൽക്കുന്ന ആ സ്പേസൊക്കെ നമ്മൾ ഓൾറെഡി അണ്ടർ ബോഡി കോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിലേക്കില്ലെങ്കിൽ നമ്മളത് അയച്ച സമയത്ത് തന്നെ അവിടെ നമുക്ക് നല്ല ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ അണ്ടർ ബോഡി കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഭാവിയിലേക്ക് ചെളി കയറും, തുരുമ്പ് കയറുന്ന ഒരു ഇഷ്യൂ വരില്ല. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഹെഡ് ലാമ്പൊക്കെ പോളിഷ് ചെയ്തിട്ട് ഈ ഒരു ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി ഇതൊക്കെ റീസെറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ക്രോസ് ബമ്പറിൻ്റെ ആ ഒരു ഏരിയയും നമ്മൾ എന്താക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അണ്ടർ ബോഡി കോട്ടൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ക്രോസ് ബമ്പറിൻ്റെ ഏരിയ ഒക്കെ നമ്മൾ അണ്ടർ ബോഡി കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ മാക്സിമം ചെളി കയറുന്ന ഏരിയസ് മൊത്തം നമ്മൾ അണ്ടർ ബോഡി കോട്ട് ചെയ്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഫൈനലി ഇതിൻ്റെ ബമ്പേഴ്സും ലൈറ്റ്സൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാനേ ഉള്ളൂ.